പിന്നെ ലിവിനുണ്ടല്ലോ ആദ്യം ഡാർജിലിംഗ് വന്നപ്പോൾ വെൽക്കം ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനാണ്. വീഡിയോ ഉണ്ട് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഓമിനി കൊണ്ട് ആദ്യമായിട്ട് ഡാർജിലിംഗ് വന്നപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടുന്ന് പിന്നെ അങ്ങ് ഉള്ളിലെ സ്റ്റേഷൻ ആദ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ കയറ്റി ഇവര് കയറ്റിയ പിന്നെ നല്ല കാലമായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളങ്ങനെ 4 വർഷങ്ങൾക്ക്, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് വന്ന നോർത്ത് പബ്ലിക് സ്കൂൾ, അതായത് സെൻറ്റ് ജോസഫ് സ്കൂളാണ് ഡാർജിലിംഗിൽ. അതായത് ഡാർജിലിംഗിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കടമ്പയാണ്. അതായത് വലിയ വണ്ടിക്ക് ഇവിടെ പാർക്കിംഗ് ഇല്ല. യെസ് ഗൈസ്, അതായത് നമ്മൾ ഓമിനി കൊണ്ട് വന്നു, പാർക്കിംഗ് കിട്ടിയില്ല. നമ്മൾ ട്രാവലറും കൊണ്ട് വന്നു, നമ്മൾ TT കൊണ്ട് വന്നു, പാർക്കിംഗ് കിട്ടിയില്ല. നമ്മുടെ SS നെപ്പോളിയൻ കൊണ്ട് വന്നു, പാർക്കിംഗ് കിട്ടിയില്ല. ഇവിടെ മാത്രമേ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ അങ്ങനെ പാർക്കിങ്ങിന് അനുവദിക്കുന്നതല്ല. ഇതൊരു വലിയ കോളേജാണ്, ഒരു സ്കൂളാണ്. ഇവിടെ നമ്മുടെ ചെമ്പേരിക്കാരനായ കണ്ണൂരുകാരനായ ഒരു ബ്രദറുണ്ട്. അപ്പോൾ ബ്രദറായിട്ട് 5 വർഷത്തെ പരിചയമാണ്. അങ്ങനെ ഇന്നലെ വന്നു. നമ്മളുടെ ബ്രദറിൻ്റെ നമ്പറൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ പാർക്കിംഗ് സ്പേസ് അല്ല അവരുടെ ഫ്രണ്ട് ഗേറ്റ് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ നമ്പർ വന്നു. അങ്ങനെ ബ്രദറിനെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചു. എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ആളെ അച്ഛനെ വിളിച്ചു. കയറി വരാൻ മക്കളെ. യെസ്, ഈ കാണുന്നതാണ് കോളേജ്. നമ്മുടെ വീഡിയോ പണ്ട് മുതലേ കാണുന്ന എല്ലാവർക്കും അറിയാം ഈ സ്ഥലം. ഞങ്ങൾ എത്ര ദിവസം ഇവിടെ കിടന്നിട്ടുണ്ടെന്ന് അറിയാം. ആദ്യം നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓമിനിയുടെ എഞ്ചിൻ പൊളിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത്. അപ്പോൾ ഇവിടുത്തെ അച്ഛനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അതെ അല്ലേ ഗൈസ്, അതായത് ബ്രദറും ഉണ്ട് അച്ഛനും ഉണ്ട്. ഇപ്പോൾ പിന്നെ ഞങ്ങൾ അന്ന് വന്നു ഇവിടെ കൊറോണ ആയിരുന്നു. ഇവിടെ അന്ന് ആളും പേരൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ 1000ഓളം പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ് ഗൈസ്. കുറുമ്പ് ഇറങ്ങി കേട്ടോ. ഇന്നലെ ഇവിടെ വന്നിട്ട് JCB കൊണ്ട് മണ്ണ് വാരാഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പോഴാണ് കുറുമ്പ് ഇങ്ങോട്ട് മാറി കിട്ടിയത്. അവനിപ്പം കാണിച്ചു പറ ഗൈസ് പറ. എടാ കുണ്ടിയല്ല കാണിക്കുന്ന, മുന്നാമ്പുറം കാണിക്കേ. അതേപോലെ കാണിച്ചു. വാ നമുക്ക് പോവാം, നമുക്ക് ഡാർജിലിംഗ് കാണാൻ പോവാം. വാ ഓടിക്കോ ഡാർജിലിംഗ് കാണാൻ പോവാം. വാ ഡാർജിലിംഗ് കാണാൻ പോവാം. ഗൈസ് വരൂ, ഓടു ഗൈസ്. ഗൈസ് പാവം. ഏറ്റമ്മോ ഗൈസ്, ഇതാണ് ഗേറ്റ്, ഇതാണ് സെക്യൂരിറ്റി. ഇത് കഴിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുക എന്നുള്ള വലിയ പാടാണ്. ഒരാളെയും കടത്തി വിടൂല. ഇവിടെ യാരിയാൻ എന്ന് പറഞ്ഞ സിനിമ ഇതിനകത്താണ് ഷൂട്ട് ചെയ്തത്. പാനി നടിച്ച മറ്റേ സോങ് ഇല്ലേ, സ്വിമ്മിംഗ് പൂളിനകത്താ. അതെ, അത് ഇനിയിപ്പം ലീവിനായിരിക്കും, വെക്കേഷൻ ടൈമിൽ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അതായത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ പോകും. അതായത് ഈ കോളേജിൻ്റെ അപ്പുറത്തെ ഗേറ്റാണ്, 2 ഗേറ്റ് ഈ കോളേജിനുള്ള. ഗൈസ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ്, മൊണാസ്ട്രി, പിന്നെ സൂവ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. എവിടെയാ പോണ്ടേ? കളിപ്പാട്ടം കിട്ടുന്ന കടയിൽ പോണോ? ജ്യൂസ് മേടിച്ചേരാ, മുട്ടായി മേടിച്ചേരാ, പാപ്പൻ്റെ അടുത്ത് വാടാ. ഗൈസ്, അതായത് ഈ വഴി എനിക്കും ലിവിനും ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന വഴിയാണ്. നമ്മുടെ ഓമിനി ആദ്യമായിട്ട് ഈ വഴി കൂടെ ഇറക്കിക്കൊണ്ട് പോയപ്പോഴാണ് എഞ്ചിൻ പൊളിഞ്ഞ് താഴെ കിടന്നത്. നമ്മുടെ വിഷപ്പൂണി തുടങ്ങിയത് അവിടെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഡ്രോൺ മിസ്സായത് ഈ വഴിയാണ്, ഈ കോളേജിനോട് ചേർന്ന് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ വഴിക്ക് പോയാൽ സിക്കിമിന് പോകാം. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കണം, കാരണം ബാക്കിയുള്ള 2 റൂട്ട് ക്ലോസ് ആണ്. ചെറിയ പച്ചക്കറി കടയായിട്ട് ഇത് കൂമ്പ്, മുളക്കൂമ്പ്, പാഷൻ ഫ്രൂട്ടാ. പാഷൻ ഫ്രൂട്ടല്ല, എനിക്കൊന്ന് ആപ്പിൾ ചീഞ്ഞാണോ? അത് ഒരു ചീഞ്ഞ മണമല്ലേ. ഇത് മുളക്കൂമ്പ്. വലിയ വാഹനങ്ങൾ പകല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ, ഡാർജിലിംഗിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വിടത്തില്ല. പക്ഷെ നമ്മുടെ എന്തോ ഭാഗ്യത്തിന് ഇന്നലെ നമുക്ക് വരാൻ പറ്റി. പിന്നെ നമ്മുടെ വണ്ടി ആർക്കും മനസ്സിലായില്ല. അവിടെ കുരിശുള്ള കാരണം ചിലർ വിചാരിച്ചു ആംബുലൻസ് ആയിരുന്നോർത്ത് കയറി പോന്ന ഇന്നലെ. സീതാ वाक में जाने के लिए ना? अच्छा, നടന്നുള്ള ദൂരമുള്ളൂ. കഴിച്ച് നോക്കിയാൽ നിന്ന് ഇപ്പം കോട കയറി കയറ്റം നോക്കിയേ. എൻ്റെ ദൈവം, നമ്മുടെ വണ്ടിയുടെ സ്ഥലങ്ങളൊക്കെ നോക്കിയേ. നമുക്ക് ഇവിടെ എല്ലാം നടന്നു പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ. ഇതൊക്കെ ഈ നീല കാണുന്ന ട്രാഫിക് പോലീസാണ്. അല്ല, ഇതിലെ നടന്നു പോകുന്ന ദൂരമുള്ളൂ. ഇവിടുന്ന് വണ്ടി എടുത്ത് പോകുന്ന വെറും മണ്ടത്തരമാണ്. നമ്മുടെ സ്വന്തം വണ്ടി പോകുന്നതും വളരെ മണ്ടത്തരമാണ്. ഇതിലെ നമ്മൾ എങ്ങനെ ബസ് കയറ്റിക്കൊണ്ട് പോകും? നീ ഒന്ന് പറയാ. കോഴിക്കട, മീൻകട, ഒരു വണ്ടിക്ക് കഷ്ടി വരാനുള്ള സ്ഥലം. ഇതിൻ്റെ അകത്തോടെ അങ്ങനെ ബസ്സും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ലൈന് പൊട്ടും. നമ്മൾ ഏകദേശം ഒരു 5-6 ലൈനൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ലൈൻ ഇല്ലാത്തവരെയും നമ്മുടെ ബസ്സും കൊണ്ട് വന്നാൽ നല്ല ലൈനൊക്കെ പൊട്ടിച്ചങ്ങ് വിടാം. കയറ്റം കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു കയറ്റം കയറാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. പണ്ട് സിഗരറ്റ് വലിച്ചോണ്ട് കിതച്ച് കുരച്ച് കയറാൻ പറ്റും. ആദ്യം നമ്മളിവിടെ വരുമ്പോൾ ഒന്നും വലിയൊന്നുമില്ല. നമ്മൾ നല്ല പിള്ളേരെ നിർത്തിയായിരുന്നു. ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ നിർത്തിയത്. പബ്ലിക് ടോയ്ലറ്റ് ആണ് നോക്കിയേ. വീടിൻ്റെ ഫ്രണ്ട് വശവും ബാക്ക് വശമൊക്കെ കാണുന്നത്. നമ്മൾ ഇതേപോലത്തെ ഒരു സൈഡിൽ കൂടെ പോകും. നമ്മൾ പണ്ട് ഓമിനിക്കൊക്കെ ഇങ്ങനെയായിരുന്നു പോയതല്ലടാ. ഓമിനി ആകുമ്പോൾ നമുക്ക് പാർക്കിംഗ് പേടിക്കണ്ട, എതിലാണ് കയറി പോകാം. How much kilometer? 1 kilometer. 1 kilometer. Devi tata? 10 minutes. Okay. धन्यवाद.
ഇത് ഗൂഗിളിലെ പുതിയ ഫീച്ചറാണ്. നടന്നു പോകുമ്പോൾ ഇങ്ങനെ ചൈനയിൽ ഇട്ട് നോക്കിയവനെ അല്ല, ക്യാമറ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ചൈനയിൽ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മെയിൻ ലാൻഡ് കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ള ഇത് കാണിക്കുന്നുണ്ടോ? ഇതേ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത്. അവർ മണ്ടന്മാരല്ല, ഇത് അവരെ ട്രാക്ക് ചെയ്തിട്ട് അവർ ലൈവ് ലൊക്കേഷൻ ചെയ്തങ്ങ് വിടും. മനസ്സിലായോ? ഫൈനലി നമ്മൾ അങ്ങനെ ഏകദേശം എത്താറായി. അത്യാവശ്യം ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു വ്യൂ നോക്കിയാടാ. നമ്മൾ പോകുന്ന വഴി കൂടെ ഉണ്ടല്ലോ, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കി കഴിഞ്ഞാൽ നല്ല കിടിൽ ഇതുപോലത്തെ കാഴ്ചകൾ കാണാം. അതായത് സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ഇന്ത്യക്കാർ സ്വിറ്റ്സർലൻഡിൽ നിന്നും പോകേണ്ട കാര്യമില്ല. അതിനും സൂപ്പർ കാഴ്ചകൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ കിട്ടും അല്ലേ? നമ്മുടെ രാജ്യത്തുള്ള പോലെ കാഴ്ചകൾ വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ? എൻ്റെ സത്യമായ കാര്യം എന്ന് വെച്ചാൽ സത്യമായ കാര്യം കേട്ടോ. നമ്മളെ ഈ ഡാർജിലിംഗിൽ വന്നിട്ട് പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം. നമ്മൾ സൂയിൽ പോയിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ മൊണാസ്ട്രി പോയിട്ടില്ല, നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ഇരുന്നിട്ടില്ല. പിന്നെ അതുപോലെ ഞങ്ങൾ മറ്റേ ഇതിൽ കയറാം, കേബിൾ കാർ നോക്കി. പക്ഷേ ക്ലൈമറ്റ് കൊള്ളില്ല. നമ്മൾ ക്ലൈമറ്റ് നല്ലതാണെങ്കിൽ കേബിൾ കാർ കയറിയിട്ട് കാര്യമുള്ളൂ. നല്ല കുന്നിൻ ചെരുവിലിരിക്കുന്ന വീടുകൾ നോക്കിയേ, ഫ്ലാറ്റ് പോലെ ആട്ടോ ഇരിക്കുന്നത്. സത്യം പറഞ്ഞ മൊട്ട പൊളിച്ച് ഉണ്ണി കണ്ട പോലെ, മൊട്ട പൊളിച്ച് ഉണ്ണി കണ്ട പോലെ അല്ലേ? അങ്ങോട്ട് നോക്കിയേ, ഇത് കുറിച്ച് എന്താ പറയണ്ടേ? താഴ്വരകൾ നോക്കിയേ, പച്ച പരവതാനി വിരിച്ചതുപോലെ അതിന്റെ ഇടയ്ക്ക് കൊച്ചല്ല വലിയ വലിയ വീടുകൊണ്ട് ചെറിയ വീടുകൊണ്ട്. ഇവരധികം ഇതിന്റെ പേരനാട് കുന്നല്ല, വീടിന്റെ മുകളിൽ വാർപ്പല്ല, ചുമന്ന ഷീറ്റ് ഇട്ടിട്ടാണ് ഇത്ര ഭംഗി തോന്നുന്നത്. ദൂരെന്ന് നോക്കിയത് പ്ലാസ്റ്റിക്. നമ്മള് വന്നതേ മോനെ മൈക്കിളെ, നമ്മള് വന്നതേ തിരി ദേവി, നമ്മള് വന്നതേ കാണുന്നുണ്ടോ? അവനെ അമ്മേനെ കാണുന്നുണ്ട്. അമ്മ മാത്രം മതി, ഞങ്ങളാരും വേണ്ട കേട്ടോ. അയക്കള ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടല്ലോ പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്കിലാണ് വന്നിരിക്കുന്നത്. ദേ ഇവിടെ അതിൻ്റെ ഒരു സിംഹത്തിൻ്റെയും കരടിയുടെയും പുലിയുടെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ട് അവിടെയുണ്ട്. ഇനി ഇതൊക്കെ അവിടെ യാഥാർത്ഥ്യമായിട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ കയറിയിട്ട് കാണാം. ആദ്യം നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഗൈസ്. അതായത് നമ്മൾ അങ്ങനെ ഫൈനലി നടന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. നായിഡു സുവോളജിക്കൽ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അതായത് ടിക്കറ്റ് എടുത്താലേ ഉള്ളിൽ കയറ്റുള്ളൂ. 110 രൂപ പെർ പീസ്. ഇന്ത്യൻ സിറ്റിസന് 110 രൂപ, വിദേശികൾക്ക് 180 രൂപ. ക്യാമറയ്ക്ക് 10 രൂപ. ക്യാമറയ്ക്ക് 10 രൂപ. വിദേശികൾക്ക് എത്രയാ? വിദേശിക്ക് 180 രൂപ. ഫോറിൻ സിറ്റിസന് 180 രൂപ, വളരെ കുറവാട്ടോ. ഈ വിദേശികൾക്ക് നമ്മൾ ഇന്ത്യയിൽ പറയും ആൾക്കാർ കണ്ടോ ഇവരെ പിടിച്ച് നമ്മൾ പിഴിയാണ്. അല്ല, നമ്മൾ പുറത്തോട്ട് പോകണം. വിദേശികളുടെ പൈസ വാങ്ങുന്ന വെച്ചാൽ സാധാരണ ഒരു 10 യൂറോ ഉള്ള സമയത്ത് നമ്മൾ എടുത്ത് 20 യൂറോ 40 യൂറോ ഒക്കെ മേടിക്കും. 40 യൂറോ ഒക്കെ മേടിക്കും. 4 ഇരട്ടി മേടിക്കുന്നത്. ഇവിടെ 180 ഉള്ളത്, അവിടെ ഒരു 0 കൂട്ടി 1800 നമ്മുടെ 3000-3500 രൂപ കൊടുക്കണം വിദേശികൾക്ക്. അവിടെ ഉള്ളവർക്ക് 1000 രൂപയും. സ്ഥലങ്ങളിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലിക്വിഡ് കാശ് വേണം, ഗൂഗിൾ പേ ഇല്ല. ഗൈസ് ഫൈനലി നമ്മൾ ടിക്കറ്റ് എടുത്തു. 5 2 7 പേർക്കുള്ള 770 രൂപ. ഇവിടെ ബാത്റൂം ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ പ്ലാൻ കണ്ടുപിടിക്കണം, ഏത് വശത്തോട്ട് എങ്ങനെ പോയി കഴിഞ്ഞാൽ സംഭവങ്ങൾ കിട്ടും. മണ്ടലോട്ട് നോക്കിയാ പ്ലാൻ ഇതാ. എന്നേത്? ഇതാ ബംഗാൾ നാച്ചുറൽ, അതെ ബംഗാൾ നാഷണൽ ഹിസ്റ്ററിക് മ്യൂസിയം ഉണ്ട്, ടൈഗർ ഉണ്ട്, വോൾഫ് ഉണ്ട്, പിന്നെ സ്നോ ലിയോപാർഡ് ഉണ്ട്. ഗൈസ് അതായത് നമ്മൾ നേരെ ഫ്രണ്ടിലേക്കാണ് പോകുന്നത്. ഇവിടെ ഈ ഓരോ ആരമുണ്ട്. എവിടെയാക്കട്ടെ കൊരങ്ങി. സാധനം കിട്ടി. പോരെ ഇതേ മാൻ. ഇതെന്താ പ്രത്യേകതരം മാനാ? ഇത് പുള്ളിമാനവനെ. ഞങ്ങൾ ആദ്യത്തെ സാധനം കണ്ടു, മാൻ. അത് അപ്പനല്ലടാ, അത് മാനാണ്. നിന്റെ അപ്പൻ ഇതാ. നോക്കിയാൽ നമ്മളെ മാത്രം ശ്രദ്ധിച്ചു നോക്കുന്നുണ്ടോ? എടാ നിന്റെ അപ്പനല്ല. 1 2 3 അവിടെ 2 കുഞ്ഞുങ്ങളുണ്ട്. അവിടെയും കുറെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ആടല്ല മമ്മി, മമ്മി വെറുതെ കുറെ ആടാണ്. പിന്നെ പിന്നെ ഇതിന്റെ ആടോ ഇതെന്നെ സംഭവം അറിയാ? ഇത് മുട്ടൻ പണങ്ങി കിടക്കുന്നു. ഈ കാണുന്ന ആരോ ഇല്ലേ, ഈ കാണുന്ന ആരോ നോക്കി പോകാനാണ് നമ്മളോട് പറഞ്ഞത്. ഇതാണ് ഓരോ സ്ഥലത്തോട്ടുള്ള ആരോ. അല്ല, അതായത് നമ്മുടെ വഴികാട്ടി. ഇനി നമ്മൾ പോകാത്ത സ്ഥലങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് നോക്കണം. മേലോട്ട് നമ്മൾ പോയിട്ടില്ല. സ്ഥലത്തെത്തി കേട്ടോ. അതായത് ഹിമാലയൻ താഹർ. ഇത് ഈ കാണുന്നതാണ് സാധനം. ആട് പോലത്തെ എന്താ സംഭവം? ആട് വർഗത്തിൽ പെട്ടത്. പക്ഷെ ഇത് തണുത്ത സ്ഥലങ്ങളിൽ മാത്രമേ ജീവിക്കൂ. കാശ്മീർ, സിക്കിം, പിന്നെ അതേപോലെ തന്നെ ചൈന ഉണ്ടാവും. സെൻട്രൽ ചൈന അല്ല, സെൻട്രൽ ചൈന ആൻഡ് ഇൻക്ലൂഡിങ് നോർത്ത് കാശ്മീർ ആൻഡ് ചൈന. ഈ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സാധനം പോലും. അപ്പാപ്പനെ ഇവര് കൊണ്ടുപോകൂടാ. അപ്പാപ്പിക്ക് അത് എടുത്തു തരാൻ പറ്റൂല. പണ്ട് ഇവൻ JCB വേണമെന്ന് പറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇപ്പൊ അവിടെ ഈ കുരങ്ങനെ വേണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അപ്പാപ്പി ഇല്ല, കുരങ്ങനെ ഇങ്ങനെ അഭിനയിച്ചാ മതിയോ? നമ്മൾ അടുത്ത് കാണുന്നത് മാർക്ക് ഹോഗർ. ഇത് ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് അറിയാമോ? ഇത് ഏഷ്യ, അഫ്ഗാനിസ്ഥാൻ,
കാശ്മീർ, നോർത്ത് പാകിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ. റഷ്യ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ റീജിയൻ ഉണ്ടല്ലോ. താടിയുള്ള ആട് ഇവനെ. ഗൈസ് അതിൻ്റെ കൊമ്പ് നോക്കിയേ, എൻ്റെ ദൈവമേ, അസമനിമായ കൊമ്പ്. ഇതാണായിരിക്കും കേട്ടോ. ഇവിടെ ഇതേപോലെ സുഖമുണ്ട്, ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ 3 പ്രാവശ്യം വന്നിട്ടും ഞങ്ങൾ ആദ്യമായിട്ട് വന്നു. ഇത് മാൻ പോലത്തെ എന്താ സംഭവം കേട്ടോ ലിബി. ഇതേ ആകെ 4 എണ്ണേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനമാണ്. മാൻ്റെ വർഗ്ഗത്തിൽപ്പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ മറ്റേ ഇത് പുലി തിന്നുന്ന സാധനം, വരെയുള്ള സാധനം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, പുള്ളി പണങ്ങിപ്പോയി കേട്ടോ. ഞങ്ങളുടെ ഫാദർജി പണങ്ങിപ്പോയി രാവിലെ. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. ഇന്നെന്നാ കാരണം? ഇന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഷേവ് ചെയ്യരുതെന്ന് പറഞ്ഞതിന്. അത്ര ഇതിന്റെ പേര് കേട്ടോ, സാമ്പാർ ബീർ. സാമ്പാർ ബീർ എന്നായിരിക്കൂല. സാമ്പാർ ബീർ എന്നാ. ഈ കാണുന്ന ആട് വിഭാഗത്തിൽപ്പെടുന്നത് ഇതിൻ്റെ ഒരു ആൽഫയോ എന്നാ അഭിരാമി ഇത് വായിച്ചേ? ആൽഫക്ക. എവിടെയാ? ബൊളീവിയയിലുള്ള കേട്ടോ. അതിന്റെ കഴുത്തുണ്ടോ? അതിനെന്തോ പ്രത്യേകത ഉണ്ട്. 2 എണ്ണം അങ്ങനെ ഉള്ളൂ. തിരിഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ. ആകെ 2 എണ്ണം ഉള്ളൂ കേട്ടോ കാണാൻ. പിന്നെ ഇവിടെ ലഡാക്കിലൊക്കെ കാണുന്ന യാക്ക്, അവിടെ ഇതിന്റെ പാലൊക്കെയാ കുടിക്കുന്ന ഇറച്ചി. അമ്മ കണ്ട പടം ഇതാ, വാടാ യാക്കിതാടാ യാക്കിതാന്ന്. ഇന്ത്യ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് ചൈനയുടെ ഭാഗമായ ടിബറ്റ്. വേറെ എവിടെ യാക്കില്ല. ഈ ഭാഗത്ത് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കൂടുതൽ ഉപയോഗിക്കും. മലയാളുണ്ട്, കാട്ടിലെ യാക്കുണ്ട്, നാട്ടിലെ യാക്കുണ്ട്. അവര് കാണുന്ന തല്ലി മെഴുകി എന്നാ രസം. അങ്ങനെ അങ്ങനെ എപ്പോഴാ അവർ തല്ലുന്നത്? രാത്രിയാണോ വൈകിട്ടാണോ? അവരവിടുന്ന് കല്ലൂരിട്ടി ഇടുമ്പോഴാണ് വിവരം അറിയുന്നത്. സാധനമുണ്ട്. ഇത് മ്യാൻമർ, റിപ്പബ്ലിക് ഓഫ് ചൈന. ഇന്ത്യയിലുണ്ട് കേട്ടോടാ. ഇന്ത്യയിലുണ്ട്. അരുണാചൽ, സിക്കിമിലുള്ള. പക്ഷെ ഇത് ഞാൻ ഇന്നേരം കണ്ടില്ല, കാട്ടിലായിരിക്കും. ഇത് നോക്കിയേ, അതിന് താടിയുണ്ട് മമ്മി. താടിയുള്ള ടൈപ്പ് സാധനം ആന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തൊരു സംഭവം തോന്നുന്നു. ഇതിപ്പോൾ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇതെല്ലാം ഇവനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു സാധനം അല്ലെന്നേ. ഇതിൻ്റെ അകത്ത് കാർട്ടൂൺ മൈക്കിളെ ചോട്ടാബീൻ്റെ അതും കാർട്ടൂണിൻ്റെ അകത്തൊക്കെ കണ്ട സാധനങ്ങൾ ഇതാ. ചോട്ടാബീൻ്റെ അതും കാർട്ടൂണിൻ്റെ അകത്തൊക്കെ കണ്ട സാധനങ്ങൾ. ഒരു സൂപ്പർ സാധനത്തെ കിട്ടി, ബ്ലൂ ഷിപ്പ്. നോക്കിയോ വമ്പൻ കൊമ്പുള്ള സാധനം. അതിനെ മേടിച്ചു കൊടുക്കാനാ അലമ്പ്. നോക്കിയേ അമ്പോ ഇവനെ അതിൻ്റെ ഇത് നോക്കടാ. ഇതാണ് ബ്ലൂ ഷിപ്പ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനത്തൊക്കെ കാണാം. ഈ സൂ ഭയങ്കര ലാഭമായിട്ട് 110 രൂപയ്ക്ക് ദൂരെ കാണാം. നമ്മൾ ബാംഗ്ലൂർ എന്ന് പോയതിന് സൂവിന് എത്ര പൈസ കൊടുത്തായിരുന്നു? നമ്മള് മൈസൂർ ചേട്ടാ അത് 100 രൂപ. അതും അത്യാവശ്യം ഉണ്ടാ. പക്ഷെ നടന്ന് വലഞ്ഞു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മൊത്തം കാണാനുള്ള ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് അത്രയും സംഭവം. ഒരു കാമുകിമാർക്കൊക്കെ വരാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം. നല്ല തണുപ്പ്, നല്ല കാലാവസ്ഥ കേട്ടോ. ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാർജിലിംഗ് വിസിറ്റ് ചെയ്യേണ്ട സമയമേ അല്ല ഇത്. അല്ല ഈ സമയത്ത് വരികയേ ചെയ്യരുത് ഇവിടെ. ഈ സമയത്ത് നല്ല മഴയായിരിക്കും. ഇതന്നെടാ ഇതും വീണ്ടും അത് തന്നെ അവനെ വർഗം അത് തന്നെ. ഇതെല്ലാം മാൻവർഗ്ഗങ്ങളാന്ന് തോന്നുന്നു കേട്ടോ ഈ ലൈൻ മൊത്തം. ഇവിടെ ഈ തണുപ്പുള്ളടത്ത് ഏറ്റവും കൂടുതൽ മാൻവർഗ്ഗങ്ങളാണ് ഉള്ളത്. പിന്നെ കുറുക്കനുണ്ടാവും, പല സൈസ് കുറുക്കൻ. ഏറ്റവും ചെറുതടാ ലിവിനെ. ഏറ്റവും ചെറുതാവിനെ കുഞ്ഞ, വലുതപ്പുറം. അതെന്താ ഇവിടെ നിൽക്കുന്നേ? ഇവരെ പല്ല് നോക്കിയവനെ നമ്മുടെ മറ്റേ ഇതിന്റെ പല്ല് പോലെ. എന്തിന്റെയാന്നറിയാവോ? ഒന്ന് പറയവനെ. പുലിയുടെ അല്ലെന്ന്, എലിയുടെ അല്ല. അടുത്ത ഈ മാതി അങ്ങനെ പന്നിയില്ലേ, കാട്ടുപന്നി, അതിന്റെ പല്ല് പോലെ തേറ്റത്. എന്തൊക്കെ ഇനി കാണാനുള്ളതെന്നുള്ളതുണ്ട് കേട്ടോ. ഇൻഡോർ വാള്, ഷോപ്പിംഗ് കോംപ്ലക്സ്, സിൽ വ്യൂ പോയിന്റ്, അഡ്വഞ്ചർ പാർക്ക്. അങ്ങോട്ട് ഇനി കാര്യമില്ല കേട്ടോ. ഇല്ല പാർക്കുകളും സംഭവങ്ങൾ. ഇങ്ങോട്ടാണ് ടൈഗർ, ബംഗാൾ ടൈഗർ. ഇത് കച്ചറ സാധനം നോക്കിയേ. തണുപ്പാ, പനി പിടിക്കും. മേടിച്ചു കൊടുക്കണ്ട, തണുപ്പാ. അവിടെ കേറിയടാ. എൻ്റെ എടാ അത് നോക്കിയേ, ആ സ്ഥലത്ത് എത്തി. കൈയൊക്കെ പൊക്കി നിൽക്കും അവിടെ. പാവം അലമ്പ് ഐസ്ക്രീമിന് വേണ്ടി. ഏതാ വേണ്ട? വാനില വേണോ, ചോക്ലേറ്റ് വേണോ? എന്നെ ആകെ വിളിക്കുന്നത് ഇതിനു വേണ്ടി മാത്രമാ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വലുതായിട്ട് കാണാനില്ല. ഇങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈഗർ അതുപോലുള്ള സംഭവങ്ങൾ കാണാം. അങ്ങോട്ട് പർച്ചേസ് സ്ഥലമാണ്. പർച്ചേസ് സ്ഥലത്തോട്ട് പോയിട്ടുണ്ടേ, അങ്ങോട്ട് പോകണ്ടല്ലേ. ഇനി നമുക്ക് കൊച്ചിനെ സ്നേഹിക്കാൻ സമയം. അപ്പാപ്പി ഇവിടെ ഐസ്ക്രീം വരുമോ? ഇവൻ എങ്ങനെ ഈ കറക്റ്റ് സ്ഥലത്ത് എത്തി? അതെ, ആദ്യം അങ്ങോട്ട് ഒരു ഫ്ലോയിൽ ഓടി. അപ്പാപ്പിക്ക് എന്താണ് എക്സ്പ്രഷൻ? പേരുണ്ടല്ലോ അഭിരാമി വന്ന് എന്റെ പേര് വായിക്കാൻ കിട്ടുന്നില്ല.
ഓടി വാ. ഇത് അല്ല, ഇത് എവിടെ ഉള്ളതെന്നറിയോ? ഇന്ത്യ, ജമ്മു, കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം, അതുപോലെ തന്നെ അഫ്ഗാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഉണ്ട് കേട്ടോ. ഇതിന്റെ പേരെന്നടി? സ്നോ ലിയോപാഡ്. എന്നാ വലിപ്പം നോക്കിയേ കാണാൻ വേണ്ടി. സൈബീരിയൻ ടൈഗർ, ബംഗാൾ. സൈബീരിയൻ ടൈഗർ ഇതിൻ്റെ അകത്താ. ഇതിൻ്റെ അകത്ത് എവിടെ സൈബീരിയൻ ടൈഗർ ഉണ്ട്? ഇത് മൂന്നാ. ഇതാണ് റോയൽ ബംഗാൾ ടൈഗർ, ഏറ്റവും വലുത്. അല്ല, നമ്മുടെ നാട്ടിൽ ഇറങ്ങി ഈ ടൈപ്പാന്ന് തോന്നുന്നു. ഈ ബംഗാൾ ടയറിനാണ് ഏറ്റവും അഭിരാമി, ഈ ബംഗാൾ ടയറിനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തിയും ബുദ്ധിയും. അതിന് ഞാൻ പറഞ്ഞില്ലേ, വേൾഡ്. താഴെ കണ്ട അതേ സാധനം അടുത്താണ്. ഇതിന് വാല് ഉള്ള പൂച്ചേനെ പോലെ. ലിപി, ഇതിന് വാല് ഉള്ള പൂച്ചേനെ പോലെ. നോക്കിയേ, എല്ലാം റെസ്റ്റാ കേട്ടോ. ഇവനിത് പൂച്ച പറഞ്ഞ തന്നെ. ഓ കാശ്, ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഷവർമ വെച്ചാക്കുന്ന പോലെ ഒരു സാധനം വെച്ചാക്കുന്ന നോക്കി പുലിക്ക് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടി. അവർ തമ്മിൽ അടിയാണോടാ? അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങൾ നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യൻ ഇഷ്യൂസ്. എന്താ സാധനം എന്ന് നോക്കിയേ കാശ്. ഇത് കണ്ടോ, കോമൺ ലിയോപാർഡ്. എടാ, അത് ചീറ്റല്ല. ഇത് അടുത്ത് കൂടി കൂടെ കിടക്കുന്നു. കിടപ്പ് നോക്കിയേ, പിണങ്ങിട്ടോ മോനെ. ഇവന് ഏറ്റവും കൂടുതൽ ആണും പെണ്ണും ആക്കി ഒരുമിച്ച് കൊണ്ട് ഇടുന്നത്. അതിന്റെ മെയ്വഴക്കം നോക്കിയ ശരീരത്തിന്റെ. അതിൻ്റെ അകത്ത് നീ തല വെച്ചേ. നിന്റെ മുഖമായിരിക്കും ചേരുന്ന അഭിരാമി, നിന്റെ മുഖമായിരിക്കും ചേരുന്നത്. നോക്കിയാ അഭിരാമി, അഭിരാമി നിൽക്കാം. അഭിരാമി കൊച്ചു അതേപോലെ അതിനകത്ത് കയറാൻ നോക്കുക. ഇന്നും നാളെ ഞങ്ങൾ റെസ്റ്റാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ വണ്ടി ഇട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് ഇനി അങ്ങോട്ട് സിക്കിമിലേക്ക് കയറുന്നത്. എണ്ണ വരയ്ക്കും അല്ലേ? ആ, റിസ്ക് കയറട്ടെ. ഞങ്ങളെ താഴോട്ട് പോകാൻ തീരുമാനിച്ചേ. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാൾ ടൈഗർ അവിടെയാണേ. ആണോ? അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ആണോ? നമുക്ക് ബംഗാൾ ടൈഗറെ തന്നെ കാണേ. നമ്മുടെ അപ്പൻ എന്ത് ചെയ്യുന്നൊക്കെ ദൈവത്തിന് അറിയാട്ടോ. ആ, ഇത് ഇവിടെ ഉണ്ട്. പുള്ളിക്കാരൻ നടന്ന് ഇവിടെ എത്തി. എല്ലാവരും ഓരോ സംഭവങ്ങൾ കാണട്ടോ. മേളിലേക്കൊന്നുമില്ല. ബംഗാൾ ടൈഗർ ഇതിപ്പോൾ അടുത്ത് വന്നോട്ടോ. രണ്ടുപേരും ഒരുമിച്ചെത്തി. ഇല്ല, ഒരാളാ. ഇതാടാ എന്റെ പൊന്നെ, നക്കുന്നു നോക്കിയേ. ഇവനെ ഏറ്റവും നക്കുന്നു നോക്കിയാ അഭിരാമി. ഓടി ഒരു സൂത്രം കാണണല്ലോ, ഓടിവാ. എന്നാ വലിപ്പം നോക്കിയേ. ഇതാ പശുവിന്റെ അത്രയൊക്കെ വലിപ്പം ഉണ്ടാവും. എങ്ങനെയുണ്ട് മമ്മി? വലിപ്പം എങ്ങനെയുണ്ട്? ഭയങ്കര വലിപ്പം. എങ്ങനെയുണ്ട്? ആദ്യത്തെ ബംഗാൾ ടൈഗർ അതിന്റെ വഴിക്ക് കേട്ടോ, ഒരെണ്ണേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ വലുതാ താഴെ. ഇതാടാ റോയൽ ബംഗാൾ ടൈഗറും ഹിമാലയൻ വോൾഫും താഴെയാ. ഇതിന്റെ അകത്ത് ബംഗാൾ ടൈഗർ തന്നെയാണ് ഏറ്റവും ശക്തൻ. നമ്മളെ കാണാൻ വേണ്ടി ശ്രമിച്ചേ. അതായത് ഈ കാണുന്ന ഇതേ അത് സൈബീരിയൻ ടൈഗറാ. ഇതാണ് ബംഗാൾ. ആ, ഇതാടി, ഇതേ ബംഗാൾ റോയൽ ബംഗാൾ ടൈഗർ. അതിനെ കാണാൻ പറ്റൂല. ഞങ്ങളുടെ വീട്ടിൽ ഹസ്കീനെ കാണിച്ചു കേട്ടോ. ഹസ്കി അല്ല, സംസാരിച്ചിട്ടുണ്ടോ? ഇത് യഥാർത്ഥ വോൾഫാ, സൈബീരിയൻ. ഞാൻ കാറിപ്പോണ്ട് ചെവി ഇറങ്ങുന്ന നോക്കി. റാംബോ അങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ സാധനം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള സാധനം ഇത്. ഭയങ്കര ബുദ്ധിയാണ് ഇവർക്ക്. ഇവർ കണ്ടോ നമ്മളെ എഴുതണ്ട പറയുന്ന നോക്കിയാ ചെവി ഓർത്ത് ഇങ്ങോട്ട് നോക്കിയത് കണ്ടോ? ആ എടാ അമിത, ഇതാടെ ഇരിക്കുന്നടാ. ഇതേ ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. എവിടെയാണ് ഗൈസ്, ബംഗാൾ ടൈഗർ അങ്ങുണ്ട് കേട്ടോ. അതാ അങ്ങോട്ട് നോക്കിയേ. അങ്ങ് മൂലയിലിരിക്കുന്നുണ്ടോ? എൻ്റെ പൊന്നെ, അത് എണീറ്റ് വന്ന പൊളിച്ചാനെ. എൻ്റെ പൊന്നെ മമ്മി, വലിപ്പം കണ്ടോ? ഇതെങ്ങാനും ചാടി ദേഹത്തോട്ട് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്ന് നടന്ന് വരുന്ന നോക്കിയേ. അതിന്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോട്ടാ. ഒരു പശുവിന്റെ അത്ര ഉണ്ട്. അതാണ് കേട്ടോ. എന്നോ വലിപ്പോടാ, എന്ത് രസമാണ് കാണാൻ വേണ്ടി. കണ്ടോ, മറ്റേത് വെള്ള, ഇത് ഒറിജിനൽ കളറും. എന്ത് രസമാണെന്ന് നോക്കി കാണാൻ വേണ്ടി. സിംഹവാലൻ കുരങ്ങ കേട്ടോ, സിംഹവാലൻ. നോക്കിയേ, ഇത് കാട്ടിലുള്ള കുരങ്ങ. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, പുറത്തൊക്കെ അതിന്റെ കുഞ്ഞുങ്ങളും വലുതൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ആദ്യമായിട്ട് ബംഗാൾ ടൈഗറിനെ കണ്ടോ. ബംഗാൾ ടൈഗറിനെ അല്ലാട്ടോ ലിപിനെ. ബംഗാൾ ടൈഗർ ഈസ് ദ ബംഗാൾ. ഞങ്ങൾ അടുത്തത് പോകാൻ വേണ്ടി ആലോചിക്കുന്നത് ഡാർജിലിംഗ് ട്രെയിനിന്റെ അടുത്താണ്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണൂടാ. ഞങ്ങൾ അങ്ങനെ തന്നെ വേണം. പാണ്ടനെ കാണാൻ പോകല്ലേ മൈക്കളെ? മതി ഓടണ്ട, മടുക്കൂട്ടാ. കുറേ കയറാനുണ്ട്. വാ, ഓടിക്കോ. വാ. ഇത് റെഡ് പാണ്ട അല്ലേ പിന്നെ? റെഡ് പാണ്ട. ആ, ഇത് ഏത് രാജ്യത്തെ ഏറ്റവും കൂടുതലുള്ള? ഇത് ഇന്ത്യയിൽ തന്നെയുള്ള. നേപ്പാളിലും പിന്നെ അരുണാചലിലും. ഇതാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. റെഡ് പാണ്ടനെ കണ്ടോ മമ്മി? റെഡ് പാണ്ട കാണാവടാ. ഓ, ഇതാ ഇവനെ ശരിക്കും കാണാം. ഇതാ റെഡ് പാണ്ടനെ കാണാൻ വേണ്ടി വരുവാണേ. റെഡ് പാണ്ടനെ കണ്ടോ മൈക്കളെ? കണ്ടോ? നല്ല രസമാണോ? മുഖം എന്നെ ഒന്നര കൊട്ട. ഓടിക്കില്ല. നീ എന്തിനാണ് എന്നെ എടുത്തേ? ചോദിക്കടാ.
മയിലാണോ? ഇത് നോക്കിയേ, ഇത് നോക്കിയേ, ഇതേ മക്കാവയാണോ? ആണോ? മക്കാവയാണോ? ഇതിന്റെ ഇത് ഏത് രാജ്യ? നേപ്പാൾ. ന്യൂസിലാൻഡ് കിളിയാ. ഇതെന്നാ ഇതെന്നാ സാധനം? ഇത് നോക്കിയേ, ഇത് നോക്കി, ഇത് നോക്കി, ഇത് നോക്കിയില്ല. പിന്നെ ഇത് കടലിലുള്ള സാധനം. ഈ സാധനം കേട്ടോ റയറ്. ഇത് മൈക്കിളിനെ മൈക്കിളിനെ പിടിച്ചോ 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 പിടിച്ചോ. അത് വൈറ്റ്, ഇത് പല കളറും. ഇതിന് 1.5 ലക്ഷം രൂപയാ. പറഞ്ഞില്ല, കുഞ്ഞിന്, വലിയനല്ല കുഞ്ഞിന്. 1.5 ലക്ഷം രൂപ. ഭയങ്കര കെയർഫുൾ ആയിരിക്കണം എന്ന് പറയുന്നത്. ഈ സാധനം പറന്നു പോകും, അതുപോലെ പെട്ടെന്ന് അസുഖം പിടിക്കും കേട്ടോ. വിളിച്ച കരയുന്ന ഇത് ലിവിനെ, ലിവിനെ, ലിവിനെ മമ്മി പറഞ്ഞ കരയുന്ന പൂച്ച പൂച്ച തത്തമ്മ പൂച്ച പൂച്ച തത്തമ്മ പൂച്ച പൂച്ച. തലകുത്തി മറിയാൻ നോക്കൂ ഈ സാധനം. ഇവനെ സംസാരിക്കാൻ മാത്രം അറിയാത്തുള്ളൂ, ബാക്കി എല്ലാവരും ഇവനറിയാം. ഈ കാർട്ടൂൺ ആട്ടോ ഇതിനൊക്കെ മെയിൻ കാരണം. ഇത് എല്ലാരും പറയും ഈ ബുൾജറ്റിന്റെ വീഡിയോ പിള്ളേർക്ക് കാണിക്കില്ലെന്ന്. പക്ഷെ സത്യം ഈ ബുൾജറ്റിന്റെ വീഡിയോ കണ്ടിട്ട് കാർട്ടൂണാണ് പിള്ളേർക്ക് ഒഴിവാക്കളേണ്ടത്. അതായത് വയലൻസും കൂടുതലാണ് ഭയങ്കരമായിട്ട്. താഴോട്ട് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഞങ്ങൾ അടുത്ത സ്ഥലത്ത് പോകാൻ വേണ്ടി. ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നടപ്പ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? നമ്മളൊരു 26 ദിവസമായി. പോടാ. ആ 26 ദിവസമായി. 7 പേർക്ക് ഈ ഓമിനിയില്. എവിടെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. അതെ, ഒരാൾക്ക് 20 രൂപ. 20 രൂപ നല്ലൊരു തീരുമാനമാണ്. 7 പേരത്തെ കയറുവോ? 7 കയറുമ്പോൾ ഇത് പൊളിയുവോ എഞ്ചിൻ? 7 आदमी आएगा अंदर? आएगा? करो. हाँ, कर गया ले कर गया. ഓ 7 പേര് കയറിക്കോ. സെറ്റപ്പ് കേട്ടോ. അബ്രാമി ഓടി വാ. അബ്രാമി വലിയ സ്ഥലം കിട്ടി. വാ. ആ വലിയ വണ്ടി. വാ. हो जाएगा हो जाएगा. ലോക്കൊന്നുമില്ല. ഫ്രണ്ട് में दो. എത്ര പേരാ നമ്മുടെ വണ്ടിയൊന്നും വലിഞ്ഞില്ല ഇത്ര ലോഡായിട്ടും. ഈ കാണുന്നതാണ് സ്റ്റീം എഞ്ചിൻ. ഇതാണ് ഡാർജിലിംഗ് സ്റ്റീം എഞ്ചിൻ ട്രെയിൻ കേട്ടോ. അതായത് വെള്ളം തിളപ്പിച്ചാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും പോകുന്നത്. യെസ്, ഇതൊരു ഭയങ്കര സംഭവമാണ്. ഇതിന് ശരിക്കും പറഞ്ഞ ഡാർജിലിംഗ് ഹിമാലയൻ വിൻഡില്ല, അധികം കൂടുതലൊന്നും അറിയാതെ തള്ളിപ്പോയതാ. അതായത് ഡാർജിലിംഗ് ഹിമാലയൻ സ്റ്റീം. പെട്ടെന്ന് തലയായിട്ട് തലമെടുത്തു. അതെ, ഓടിക്കുന്നൊക്കെ വേണേ കാണിച്ചതാ. SCന്റെ വാൽട്രി. ഇതെന്നെ ദൈവമേ, ഇത് എന്നോടാ കൈസ്. അതായത് ഇതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളിപ്പോൾ ഉള്ളത് എൻജിൻ്റെ പണിയെടുക്കുന്ന സ്ഥലത്താണ്. നമ്മളങ്ങനെ സൂയിന്ന് നമ്മൾ അവിടുന്ന് നേരത്തെ നിങ്ങൾ കണ്ട പോലെ ഒരു വണ്ടിക്ക് നമ്മളിവിടെ എത്തി. ഇത് ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ സംഭവങ്ങൾ. ഇത് സിലിഗുരി വരെ പോകുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതായത് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇത് എപ്പം വേണേലും കയറുകയും ചെയ്യാം. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, വിദേശത്ത് നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെസ്റ്റ് ബംഗാളിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അത് ഇന്ത്യൻ റെയിൽവേയുടെ സിലിഗുരി. ഇത് എഞ്ചിൻ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് സ്റ്റീം. അപ്പൊ അതെന്തായിരിക്കും? ഇലക്ട്രിക്കൽ, ഡീസൽ. കൽക്കരി കണ്ടോ അമിത്തേ? ഇവിടെ കൽക്കരി ഉണ്ട്, സ്റ്റീമും ഉണ്ട് കേട്ടോ. 2 എഞ്ചിനുണ്ട്. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കാം, കാരണം പോകുന്നില്ല. അതെ, അത് സ്റ്റീം എഞ്ചിനും ഉണ്ട്, കൽക്കരി എഞ്ചിനും ഉണ്ട് കേട്ടോ. ഡീസൽ എഞ്ചിനാണ് കേട്ടോ സിലിഗുരിക്ക് പോകുന്നത്. അതെ, സ്റ്റീം അല്ല കേട്ടോ. പറഞ്ഞാൽ തെറ്റിതുണ്ട്. അത് കൽക്കരിയാ. കൽക്കരിയിൽ സഞ്ചരിക്കുന്ന ട്രെയിനാണ് കാണുന്നത്, കൽക്കരി ട്രെയിന്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇത് കാണുന്നത്. അടി ഇവിടെ ഒരു ഹെറിറ്റേജ്, ഒരു പഴയ പള്ളിയുണ്ടോ. അതെ, അതായതുണ്ടല്ലോ പഴയ ബോഗികളാണ്. ഇതെനിക്കൊന്ന് ഫുള്ള് AC വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ. കണ്ടോ, AC വെച്ചേക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ. അതിന് ആവശ്യമുണ്ടാവല്ലേ ഇവിടെ? ഇത് എവിടെ നിന്ന് കിട്ടി? നമുക്കും വെക്കായിരുന്നു. വന്ദേ ഭാരതിന്റെ ഒരു മിനി വേർഷൻ. അതെ, വന്ദേ ഭാരതിന്റെ ഒരു മിനി വേർഷൻ പോലെ. പക്ഷെ അങ്ങനെയല്ല, വേറെ ടൈപ്പാ. ഏതാ ഇത്? 1 2 3 4 5 പോകിയമ്മ. റെയിൽവേ സ്റ്റേഷനിൽ അതിനകത്ത് കടകളൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ കടകളൊക്കെ ഉണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചായ കുടിക്കുന്നോ? യെസ്, നല്ലൊരു തീരുമാനമായിരിക്കും. എനിക്ക് തോന്നുന്നു. ഇങ്ങോട്ട് നോക്കിയേ. എടാ ലിവിനെ ഇങ്ങോട്ട് നോക്കിയേ. വീടുകൾ നിൽക്കുന്ന നോക്കിയേ. എന്ത് രസമാണ് കാണാമെന്ന്. ഞാനൊരു വേറെ സൂത്രങ്ങളെ കാണിച്ചു തരാവേ. നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. എൻ്റെ പൊന്ന്, പഴയ ഒരു വീട്. എത്രത്തോളം പഴക്കമുണ്ടോ അത്രത്തോളം പഴക്കമുണ്ട്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോലത്തെ ഒരു വെരി ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ, വെരി നൈസ് പ്ലേസ് അല്ലേ ലിബിനെ? അതെ. എന്താ രസം.
ഇപ്പം ഞങ്ങളായിട്ട് തെറ്റിപ്പിരിഞ്ഞിട്ട് പുതിയ ബ്ലോഗ് തുടങ്ങി നോക്കിയേ, ഫോണൊക്കെ പിടിച്ച് നടക്കുന്ന നോക്കി. മക്കളെ ഞങ്ങളെ ചതിച്ചു. പുതിയ ബ്ലോഗ് കുഞ്ഞുമോൻ ബ്ലോഗ് പുതിയ ബ്ലോഗ് തുടങ്ങി ഷൂട്ട് ചെയ്യാട്ടോ. അപ്പം ഒറ്റയ്ക്ക് ചാനൽ തുടങ്ങി. ഇതേ ഞാനിവിടെ നിർത്തിയ കാര്യം, ഒരു ചെറിയ വീട്, എത്ര ചെറിയ വീടാന്ന് നോക്കിയാൽ 2 നിലയുള്ളൊരു കുഞ്ഞു വീട്. ഹായ് ഗർ ഗൈസ് പുള്ളിയുടെ വീടാണ്. അവിടെ പൂവൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി അവിടെ നോക്കിയൊരു ബുദ്ധിസ്റ്റ് ടെമ്പിള്, ഇവിടെ ഒരു പിന്നെ ഹിന്ദു ടെമ്പിൾ ഇവിടെ കാണാം. ഇനി അതേപോലെ തന്നെ ഇനി ഇങ്ങോട്ടൊരു തിരിച്ച സ്വിറ്റ്സർലൻഡൊക്കെ അങ്ങോട്ട് മാറി നിൽക്കും. എമ്മാതിരി ലുക്കാന്ന് നോക്കിയേ. ഈ ഒരു ഭംഗി എന്ന് പറയുന്നത് ഡാർജിലിംഗ് വന്നാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഭംഗിയാട്ടോ. ഇത് മാത്രമല്ല, ഇവിടെ മാത്രമല്ല, സിക്കിങ്ങിൽ ഇതുപോലെ കാണാൻ വേണ്ടി പറ്റും. റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാവില്ല. എന്ത് രസം നോക്കി. അങ്ങനെ നോക്കിയേ, ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കിയേ. ഡ്രോൺ എടുക്കാൻ ഞാൻ മറന്നു. നാളെ ഡ്രോൺ പറത്തണം എന്തായാലും. പള്ളിയുടെ അവിടെ നിന്ന് പറത്താം. പള്ളിയുടെ ബേക്ക് സൈഡ് ഒറ്റ 2 കീച്ച്. അതാകുമ്പോൾ ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം, ഒരു പ്രശ്നമില്ല. ഈ പോകുന്ന വഴിയില്ലേ, ഇതൊക്കെ നമ്മളിങ്ങനെ പോകാൻ നേരത്ത് വണ്ടിയാണ്, ചെറിയ വണ്ടികളെ പോകുന്നത്. നമ്മുടെ ബസ്സൊന്നും പോകത്തില്ല കേട്ടോ. ഓമിന് ഞാൻ ഇതേപോലെ ഒരു ഇത് കണ്ടിട്ട് പോയി ഇറക്കിയതാ. ട്രാവലർ വരെ സക്സസ് ആവനെ. നമ്മുടെ നല്ലായിരിക്കും വലിയ മലക്കെട്ടെന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ എന്നാ വലിയ ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇനി അങ്ങോട്ടും എല്ലാം ഇതിപ്പോ നമ്മൾ ഇത് കണ്ടില്ലേ, ഇതിന്റെ 10 രൂപ സിക്കിം. ഗൈസ് നമ്മൾ ഫൈനലി നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഒരു കാപ്പി കുടിക്കാമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ചായ. പക്ഷേ നിങ്ങൾക്കൊരു സത്യം അറിയാമോ, ഇവിടെ പല ആൾക്കാരുടെ അടുത്തും ഗൂഗിൾ പേ ഇല്ല കേട്ടോ. എന്തായാലും പിന്നെ അങ്ങനെ, അതായത് ഇപ്പം ടാക്സി നോക്കണേ. പിന്നെ വേറെ കാര്യമുണ്ട് അവനെ നോക്കണേ, അവൻ തിരിഞ്ഞില്ലേ. എടാ ഫോൺ ഫൈനലി നമ്മൾ മാർക്കറ്റിലേക്ക് പോവാണ്. വിദേശ കൾച്ചർ അവിടെ ഉമ്മയൊക്കെ കൊടുക്കുന്നു. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ സംഭവമൊക്കെ ഉണ്ട്. നമ്മൾ നേരെ ഫ്രണ്ടിൽ പോവാണ്. ഇതുണ്ടോ, മീൻ കൂടെ ഉണ്ടോ ഇവിടെ. ചെമ്മീൻ 400, ഇത് 700. ഇതിന് ഓരോന്നിനും ഓരോ പൈസ കേട്ടോ. ഇവിടെ വൃത്തിയാക്കി തരും, ഭയങ്കര പൈസ. പക്ഷേ എനിക്ക് മേടിക്കുന്ന ആഗ്രഹമാണ്, പീര പറ്റിക്കായിരുന്നു. പക്ഷേ ഇവരാരും കഴിക്കുകയല്ലെന്ന്. ഇവർ വണ്ടി കയറ്റി മണം എന്നാണ് പറയുന്നത്. എന്നാ മീൻ വേണ്ട. ഇതെന്നാ മല്ലിയില, ഇത് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചത്. ഇതെന്നാ ഒരു കൂണേ 50 രൂപ ഉള്ളൂ. വാല കിतना है? दोनों खाने के लिए खाना वाला है. ഇത് മതി കേട്ടോ. പിന്നെ അതിനെത്രയാ? ഇതിന് 50 രൂപ. കളർ അത്ര പോരാ. എന്നാ ചെറുതാന്ന് നോക്കിയേ. മുറുകിക്കാൻ തൂക്കാനേ. ഇത് ഇവിടുത്തെ ഒരു ബാർബർ ഷോപ്പ് നോക്കിയേ. ഇത് നോക്കിയേ, ഒരു ചെറിയ ബാർബർ ഷോപ്പ്. വാൽക്കാട്ട ഷോപ്പേ. ഇതുണ്ടോ വെള്ളം കൊണ്ടുവരുന്ന വണ്ടി നോക്കി, ഉന്തുവണ്ടി വെള്ളം കൊണ്ടുവരുന്ന വണ്ടി ഉണ്ടോ? ചിക്കൻ കട നോക്കിയേ. ഇവിടുത്തെ ചിക്കൻ ആട്ടോ. കിतना है मीट का? 240. कितना मीट का 240 രൂപ. 100 200 എത്ര? 250. ഇങ്ങോട്ടാണ് നമുക്ക് പോകണ്ടേ. ഇവിടുന്ന് അങ്ങോട്ടും പോയി ഇങ്ങോട്ടും പോകും. വീടുകളൊക്കെ നോക്കിയാൽ റെസിഡൻസി പോലെ നല്ല മഞ്ഞ പ്രത്യേക. ഇന്ന് കൂണും പന്നിക്കറിയും കഴിക്കാനാണ് നല്ലത്. നല്ല തണുപ്പിന് പന്നിക്കറി. വെജിറ്റബിൾ ഷോപ്പ്. ഇതാ വെജിറ്റബിൾ ഷോപ്പ്. എന്തെങ്കിലും വേണോ? നിങ്ങൾ പാവയ്ക്കൊക്കെ മേടിച്ചല്ലേ? പാവയ്ക്ക മേടിച്ചു, ഉള്ളി മേടിച്ചു, എല്ലാ സാധനം മേടിച്ചു. ഇത് ഇവിടുത്തെ ഒരു ചെറിയ ചായക്കടയാണ്. कितना है? 2 पैसे 10 रुपया. ചായക്കട അങ്ങനത്തെ സംഭവങ്ങളാണ്. നല്ല സൂപ്പ്. ഇവിടെ ഉണ്ടല്ലോ വെസ്റ്റ് ബംഗാളില് നിറച്ച് ഇതുപോലെ ലിക്കർ ഷോപ്പ് ഉണ്ട്. നോക്കിയേ, ഇതുപോലെ പരസ്യമൊക്കെ ചെയ്താണ് ലിക്കർ ഷോപ്പ്. ഇവിടെ ലിക്കറിന് ഷാമ്പില്ല കേട്ടോ. എവിടെ പോയാൽ ലിക്കർ കിട്ടും. കടയിൽ കയറിയാൽ ലിക്കർ കിട്ടും. അതായത് മറ്റുള്ള സാധനങ്ങൾ ആൾക്കാരോട്. പക്ഷേ ഇവിടെ ലിക്കർ കിട്ടൂല. ലിക്കർ കിട്ടും. ഇത് ലോണ്ടറി ആട്ടോ. ഡ്രൈ ക്ലീനും ലോണ്ടറി ഉണ്ട്. പിന്നെ ഏറ്റവും നല്ല ബിസിനസ് ആണ് ലോണ്ടറി ബിസിനസ്. മര്യാദയ്ക്ക് നടത്താൻ പറ്റുമെങ്കിൽ. എങ്ങനെ പൈസയാ ആവശ്യമുള്ള സാധനമല്ലേ അവനെ. സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി കിടക്കുന്ന ടാറ്റാ സുമകളാട്ടോ. പിന്നെ ഇവിടുത്തെ കിങ് ടാറ്റാ സുമ കേട്ടോ. ഏത് മലയും ഏത് കുന്നും കയറി പൊക്കോളൂ. പിന്നെ ഇവിടെ ഈ ഒരു സാധനത്തിനെ ആശ്രയിക്കും എല്ലാവരും. കാരണം മറ്റേ ബസ്സൊന്നും പല സ്ഥലത്തും പോകത്തില്ല. നോക്കിയാൽ ഗ്യാസ് കുറ്റി ഒന്നും എങ്ങനെയാ എല്ലാവരും വെയിറ്റ് ചുമക്കുന്ന തല വെച്ചിട്ടാ കേട്ടോ. തല വെച്ചിട്ടാണ് സത്യം. ഇനിയും ആൾക്കാരോട് താമസിക്കുന്നുണ്ടോ കേട്ടോ. നോക്കിയേ, ആ വീടുകൾ മൊത്തം നോക്കിയേ. ഇതൊക്കെ പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ ബിൽഡിംഗ് ആണ്. അവർ ഇട്ടിട്ട് പോയപ്പോൾ ആൾക്കാർ ഏറ്റെടുത്ത ബിൽഡിങ്ങാണ്. ഇതൊക്കെ ഫ്രണ്ടിലെ കവാടങ്ങളൊക്കെ നോക്കിയേ. അതിനകത്ത് ഹോട്ടലും ഉണ്ട് കേട്ടോ. അതിന്റെ ഉള്ളിലല്ലേ തിരക്ക് വന്നു നോക്കിയടാ. പിന്നെ ടൗണിൽ ഒരു മാർക്കറ്റും കൂടെ അല്ലേ അവനെ. ഫുൾ ഇപ്പൊ തന്നെ ബ്ലോക്ക് ആയി. ഇത് ഇവിടുത്തെ ഇലക്ട്രിക്കും മറ്റേ സാധനം കിട്ടും. പെയിന്റ് സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ സ്പ്രേ പെയിന്റ് വൈറ്റ് കിട്ടും കേട്ടോ. വൈറ്റ് വേണ്ട, നമ്മൾ ഒരു വണ്ടി ചെറുതായിട്ട് പോറി കിടക്കാൻ നല്ലത്. കണ്ണ് ഒഴിവായി കിട്ടും. ഇത് നോക്കിയാ ബീഫാട്ടോ. നല്ല ഒന്നാന്തരം ബീഫാ. KG കിത്തനായ? 260. 260 രൂപയുള്ളൂ. ഒറിജിനൽ താഴെ കഴിക്കുമല്ലോ ഇവനെ. മേളിലെ കഴിക്കുള്ളൂ. മേളിലെ കഴിക്കുള്ളൂ. ഒറിജിനലാ. ബഫല്ലോ എന്ന് വെച്ചാൽ പശു. ഇത് പശു ഇറച്ചി. ഗൈസ് നമ്മൾ 1 കിലോ പന്നിയിറച്ചി മേടിക്കുകയാണ്.
നല്ല പന്നിയായിരുന്നു. 1 kg दे दो 1 kg 1 kg 1 kg कितने का देखो हाँ ये वाला मीट वाला दे दो. നോക്കിയേ നല്ല സെറ്റപ്പ് സാധനം തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ഒരു ഇത് ചെയ്യുന്ന മാഷ് ചെയ്യുന്ന ഈ പാറ്റിക്ക് വേണ്ടി മാഷ് ചെയ്യുന്ന മാഷ് ചെയ്യുന്ന നോക്കി. केरला से आएगा. ഇവിടെ പോത്തിറച്ചിക്കും പിന്നെ പശുവിറച്ചിക്കും പൈസ കുറവും അതുപോലെ പോർക്കിന് പൈസ കൂടുതലും. ഇവിടെ വരെ മമ്മൂട്ടി എത്തി കേട്ടോ. ധന്യവാദം മമ്മൂട്ടിയെ പറഞ്ഞു. ആ പൈസ എടുത്തിട്ട് ഓ കേരള വാലേ ഓ പേടിഎം മേന മമ്മൂട്ടി ധന്യവാദ് പോലെ. അത് മതി. ഇത് പാറ്റി ഉണ്ടാക്കാൻ വേണ്ടി പാറ്റി. ഒരു നിമിഷം കൊണ്ട് ബ്ലോക്ക്. പോലീസുകാർ ഓടുന്നു നോക്കിയവനെ. പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു നോക്കിയ ബ്ലോക്ക് മാറ്റാൻ വിസിലടിച്ചു. ആ വിസിലടിച്ചു. മാർക്കറ്റിന്റെ തിരക്കെന്ന് പറഞ്ഞാണല്ലോ എമ്മാതിരി തിരക്ക്. അങ്ങോട്ട് നോക്കടാ, അവിടേക്ക് യജാതി തിരക്കാ. ദൈവമേ എന്നാ തിരക്കാന്ന് നോക്കിയേ. ഓരോ ഹള്ളികളാണ്. ഇതൊരു ഹള്ളി, ഇത് അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒരു ഹള്ളി, ഇതിൻ്റെ അകത്തോട്ട് വേറെ ഹള്ളി. അങ്ങനെ ഹള്ളികളാണ്. ഇതിൻ്റെ അകത്താണ് ഈ തിരക്ക് മൊത്തം. ഇത് എന്തോരെയാ. ദീപിച്ചേട്ടനും തുണി മേടിക്കാൻ പോയേക്കുന്നുണ്ട്, ലിബിനും ദീപിച്ചേട്ടനും. പിന്നെ എന്താ 200 രൂപയ്ക്കാ? നാളെ നമുക്കൊന്ന് വരണം. ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോവാം. ആ കൂളിംഗ് ഗ്ലാസ് കൊച്ചിന് മേടിച്ചു കൊടുക്കുന്ന അഴുക്കാ. ആ പിന്നെ ലിബിനുണ്ടല്ലോ ആദ്യം ഡാർജിലിംഗ് വന്നപ്പോൾ വെൽക്കം ചെയ്ത് ഈ പോലീസ് സ്റ്റേഷനാണ്. വീഡിയോ ഉണ്ട് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഓമിനി കൊണ്ട് ആദ്യമായിട്ട് ഡാർജിലിംഗ് വന്നപ്പോൾ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ഇവിടുന്ന് പിന്നെ അങ്ങ് ഉള്ളിലെ സ്റ്റേഷൻ ആദ്യമായിട്ടൊരു പോലീസ് സ്റ്റേഷൻ കയറ്റി ഇവര് കയറ്റിയ പിന്നെ നല്ല കാലമായിരുന്നു അല്ലേ. നമുക്ക് തിരിച്ച് നടക്കാം. ഭയങ്കര തിരക്കാ കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ അന്യായ തിരക്കാ. ഒന്ന് വഴിക്ക് നല്ല കപ്പ് കിട്ടി. കറുത്തപ്പല്ല കപ്പയാ? ആ അങ്ങനെയല്ല, അതിപ്പോൾ പൊട്ടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ. ഇവിടെ ഇരിക്കും മമ്മി. നല്ല കപ്പ് കിട്ടി. അപ്പം കപ്പയും പന്നി അടിക്കാം. ചെണ്ടക്കപ്പയാകാം. അല്ല തേങ്ങ ഉണ്ടല്ലോ അല്ലേ. നോക്കിയേ, ഞങ്ങൾ ഏതാണ്ട് 6 കിലോ കപ്പ മേടിച്ചു കേട്ടോ. ഇപ്പോൾ അവർ തൂക്കട്ടോ. ഇപ്പോൾ അവർക്ക് അതിന് ഇത്രയും തൂക്കാനുള്ള സ്ഥിതിയില്ല. ഇവർ 2 3 എണ്ണമൊക്കെയാണ് ഇവിടെ ആൾക്കാർ മേടിക്കാറ്. മനസ്സിലായോ? നമ്മൾ ഇത്ര മേടിച്ച അവരുടെ കിളി മാറിപ്പോയി. അതിനാ കപ്പക്കറിയാം. आप सब्जी बनाएगा दीदी और क्या बनाएगा? हाँ സെയിം കേരള സെയിം. നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പരമ്പരയിൽ മൊത്തം പിണക്കങ്ങളും ഇണക്കങ്ങളൊക്കെയാണ് അല്ലേ അഭിരാമി? എനിക്കറിയത്തില്ല. പറയടി അങ്ങോട്ട് പറയടി. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഈ ഇവിടെ എല്ലാം പിള്ളേരെ കളിക്കാൻ വേണ്ടി വിട്ടാക്കുന്നു. പിന്നെ അതുപോലെ പരിപാടികളാണ്. ഇത് നമ്മൾ നൈസായിട്ടേ വണ്ടി കയറി കുക്കിങ്ങും പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. അത് ഏറ്റവും നല്ലത്. അതിനാ ഇവരും എല്ലാം പറഞ്ഞു നമുക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഇവർക്ക് തോന്നി കഴിഞ്ഞാൽ അച്ഛന് നാണക്കേടാ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വണ്ടിയിലെത്തി. ഹായ് ബ്രദർ. പോയിട്ടിപ്പം വന്നേ ഉള്ളൂ. 5 കിലോ കപ്പ മേടിച്ചു. നല്ലൊരു 1 കിലോ പന്നി മേടിച്ചു. കപ്പയും പന്നിയും വെക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ അമ്മേ ഇതിലെ തുറന്നു പോലെ നടന്ന് അവിടെ നടന്നു. എത്ര ദൂരമല്ലേ ഉള്ളൂ. ഇവർക്ക് എത്ര മണിയാണ് ബ്രദറെ കളിക്കാൻ? ഇതാണ് നമ്മുടെ ബ്രദർ. നീ ക്യാമറ പിടിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ബ്രദർ. നമ്മൾ 4 വർഷം മുമ്പ് വരുന്നേരത്ത് ഇവിടെ ഇരുന്ന് കേട്ടോ. 5 കിലോ കപ്പ മേടിച്ചു. വലിയ കുഴപ്പമില്ല, കയ്പൊന്നും ഇല്ലാത്ത കപ്പയാണ്. ഞങ്ങൾ കപ്പയും പന്നിയിറച്ചിയും വെക്കാനുള്ള പരിപാടിയാണ്. കൊള്ളാവോ? കപ്പ പിന്നെ അതേപോലെ ഇതെന്നാ കഞ്ഞി ഭക്ഷണമൊക്കെ ആകട്ടെ. ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് അച്ഛന്മാർക്ക് കൊടുക്കണം. പിന്നെ അതുകൂടാതെ ലിബിനൊക്കെ ഇച്ചിരി സാധനം മേടിക്കാൻ പോയേക്കുവാണ്. ചായ ഗൈസ്. അപ്പം ഉണ്ടല്ലോ നമുക്ക് സാധനങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് വിസിലൊക്കെ അടിക്കുന്നു. എന്തായാലും ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ.